നമസ്കാരം. ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനും രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീജിത്ത് പണിക്കരും തമ്മിലുള്ള വാക്പോര് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ചൂടേറിയ ചർച്ചാ വിഷയമാണ്. ശ്രീജിത്ത് പണിക്കർക്കെതിരെ പരിഹാസവും വിമർശനവും ചൊരിഞ്ഞ കെ സുരേന്ദ്രന് ഫേസ്ബുക്കിലൂടെയാണ് ശ്രീജിത്ത് പണിക്കർ മറുപടി കൊടുത്തത്. സുരേഷ് ഗോപിയെ തൃശ്ശൂരിൽ തോൽപ്പിക്കാൻ ബി.ജെ.പിയുടെ സംസ്ഥാന ഘടകം പരിശ്രമിച്ചു എന്ന പണിക്കരുടെ ചാനലിലെ പ്രസ്താവനയാണ് സുരേന്ദ്രനെ പ്രകോപിപ്പിച്ചത്. സുരേന്ദ്രന് ശ്രീജിത്ത് പണിക്കർ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ മറുപടി നൽകി. യുവമോർച്ചയ്ക്ക് പിന്നാലെ ബി.ജെ.പി. സംസ്ഥാന ഉപാധ്യക്ഷൻ പി രഘുനാഥ് സുരേന്ദ്രനെ പിന്തുണച്ച് രംഗത്ത് വന്നു. വിദ്യാർത്ഥി യുവജന രാഷ്ട്രീയത്തിലൂടെ ത്യാഗോജ്വല സമര പോരാട്ടങ്ങളിലൂടെ ബഡാ ഫൈറ്ററായിട്ടാണ് കെ സുരേന്ദ്രൻ ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷനായതെന്ന് പി രഘുനാഥ് ഫേസ്ബുക്ക് കുറിപ്പിൽ പറഞ്ഞു. ശ്രീജിത്ത് പണിക്കർ യാതൊരു മര്യാദയും പക്വതയും ഇല്ലാത്തവനാണെന്ന് സോഷ്യൽ മീഡിയയിലൂടെ സ്വയം വ്യക്തമാക്കിയിരിക്കുകയാണെന്നും അദ്ദേഹം പോസ്റ്റിൽ പറയുന്നു. പി രഘുനാഥിൻ്റെ പോസ്റ്റിൻ്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്: മറുനാടൻ്റെയോ രാഷ്ട്രീയ നിരീക്ഷകരുടെയോ പിന്തുണയോടെയോ വളർന്ന രാഷ്ട്രീയ നേതാവല്ല കെ സുരേന്ദ്രൻ. നരേന്ദ്രമോദിജി വേട്ടയാടപ്പെട്ടതുപോലെ കേരളത്തിൽ വേട്ടയാടപ്പെട്ട നേതാവാണ് കെ സുരേന്ദ്രനും. വിദ്യാർത്ഥി യുവജന രാഷ്ട്രീയത്തിലൂടെ ത്യാഗോജ്വല സമര പോരാട്ടങ്ങളിലൂടെ ബഡാ ഫൈറ്ററായിട്ടാണ് ബി.ജെ.പി. സംസ്ഥാന പ്രസിഡന്റ് പദവിയിൽ എത്തുന്നത്. 40 വർഷമായി ആ പോരാട്ടം തുടരുകയാണ്. മറ്റു പാർട്ടികളിലെ രീതിയല്ല ബി.ജെ.പിയിലേത്. കൂട്ടുത്തരവാദിത്വമാണ് ബി.ജെ.പിയുടെ മുഖമുദ്ര. ബി.ജെ.പി. നേതാക്കളും പ്രവർത്തകരും തമ്മിൽ കുടുംബാന്തരീക്ഷത്തിലുള്ള ബന്ധമാണ്. ഓരോ ചുമതലക്കാരും തങ്ങളുടെ ഉത്തരവാദിത്വം ഭംഗിയായി വിജയിപ്പിക്കുവാനുള്ള ശ്രമമാണ് നടത്തുക. കഴിഞ്ഞ 2 വർഷമായി സുരേഷ് ഗോപിയെ മുൻനിർത്തി ബി.ജെ.പി. സംസ്ഥാന പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ തൃശ്ശൂരിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് തയ്യാറെടുപ്പുകൾ തുടങ്ങിയിരുന്നു എന്ന് എതിരാളികൾക്ക് പോലും അറിയാവുന്ന കാര്യമാണ്. നരേന്ദ്രമോദിജി പങ്കെടുത്ത ലക്ഷക്കണക്കിന് സ്ത്രീകൾ പങ്കെടുത്ത പരിപാടിയും യുവാക്കൾ പങ്കെടുത്ത പരിപാടികളും കെ സുരേന്ദ്രന്റെ നേതൃപാടവമായിരുന്നു എന്ന് അന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. സംസ്ഥാന അധ്യക്ഷനും ടീമും സംസ്ഥാനത്ത് മുഴുവൻ മുന്നേറാൻ ശ്രമിക്കും. ജില്ലാ മണ്ഡലം ടീം അവരുടെ ചുമതല നിർവഹിക്കും. 20% വോട്ടും 1 സീറ്റിൽ വിജയവും മറ്റ് 2 സീറ്റിൽ ചെറിയ വോട്ടിൻ്റെ പരാജയവും നിരവധി മണ്ഡലങ്ങളിലെ വൻ മുന്നേറ്റങ്ങളും സംസ്ഥാന ബി.ജെ.പിക്ക് കരുത്തു പകരുന്നതാണ്. അതിനെ കുറച്ചു കാണിക്കാനുള്ള ചിലരുടെ ശ്രമമാണ് ചാനലിൽ നടക്കുന്നത്. ചാനലിൽ പോയി എന്തും പറയാം എന്ന് വിചാരിക്കുന്ന നിരീക്ഷകരെ വിമർശിക്കുവാനും തിരുത്തുവാനുമുള്ള സ്വാതന്ത്ര്യം ഞങ്ങൾക്കുണ്ട്. യാതൊരു മര്യാദയും പക്വതയും ഇല്ലാത്തവനാണ് താൻ എന്ന് പണിക്കർ സോഷ്യൽ മീഡിയയിലൂടെ സ്വയം വ്യക്തമാക്കിയിരിക്കുന്നു. ചാനൽ ചർച്ചയിൽ പങ്കെടുക്കുന്ന പണിക്കർ ആക്രി നിരീക്ഷകനും കള്ളപ്പണിക്കരുമാണെന്നായിരുന്നു കെ സുരേന്ദ്രൻ പറഞ്ഞത്. ഇതിനു പിന്നാലെ ഉള്ളിയുടെ ചിത്രത്തിനൊപ്പം ഫേസ്ബുക്കിലിട്ട കുറിപ്പിൽ കെ സുരേന്ദ്രന് മറുപടിയുമായി ശ്രീജിത്ത് പണിക്കർ രംഗത്തെത്തുകയായിരുന്നു. ശ്രീജിത്ത് പണിക്കർക്കെതിരെയുള്ള സുരേന്ദ്രൻ്റെ വിമർശന വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായതിനു പിന്നാലെയാണ് സുരേന്ദ്രന് മറുപടിയുമായി ശ്രീജിത്ത് പണിക്കർ പോസ്റ്റിട്ടത്. പോസ്റ്റിന് താഴെ അനുകൂലിച്ചും പ്രതികൂലിച്ചും നിരവധി കമൻറ്റുകളാണ് ഉള്ളത്. നിങ്ങൾ മാത്രമല്ല, ചില ആക്രി നിരീക്ഷകരും ചാനലുകളിൽ വന്നിരുന്നു പറയുകയാണ് സുരേഷ് ഗോപിയെ തൃശ്ശൂരിൽ തോൽപ്പിക്കാൻ ബി.ജെ.പിയുടെ സംസ്ഥാന ഘടകം പരിശ്രമിച്ചു എന്ന്. വൈകുന്നേരം ചാനലുകളിൽ വന്നിരുന്ന് കള്ളപ്പണിക്കരാണ് സംസ്ഥാന ഘടകത്തിന് നേരെ ആരോപണം ഉന്നയിക്കുന്നത് എന്നുമായിരുന്നു സുരേന്ദ്രൻ പറഞ്ഞത്. മാധ്യമങ്ങളോട് സംസാരിക്കവെയാണ് സുരേന്ദ്രൻ ശ്രീജിത്തിൻ്റെ പേരെടുത്ത് പറഞ്ഞ് വിമർശിച്ചത്. ഇതിന് മറുപടിയുമായിട്ടാണ് പണിക്കർ രംഗത്ത് വന്നത്. മകൻ്റെ കള്ളനിയമനം, തെരഞ്ഞെടുപ്പ് കാലത്തെ കുഴൽപ്പണം, തുപ്പൽ വിവാദം, സ്ഥലപ്പേര് വിവാദം, ഇതിലൊക്കെ നിങ്ങളെ തള്ളിപ്പറഞ്ഞതിൽ നിങ്ങൾക്ക് നല്ല കലിപ്പുണ്ടാകും, സ്വാഭാവികം. സ്വന്തം അധ്വാനത്തിൻ്റെ ബലത്തിൽ സുരേഷ് ഗോപി തൃശ്ശൂരിൽ ജയിച്ചപ്പോൾ അതിൽ പ്രത്യേകിച്ചൊരു പങ്കുമില്ലാത്ത നിങ്ങൾ എന്തിനാണ് എന്നോട് 8 കാലി മമ്മൂഞ്ഞ് കളിക്കുന്നത് എന്നെനിക്ക് മനസ്സിലായില്ല എന്നാണ് ശ്രീജിത്തിൻ്റെ പരിഹാസം.